ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അയാളിൽ നിന്ന് നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ വ്യക്തിപരമായി ആ വ്യക്തിയിൽ ഉള്ളതുകൊണ്ടായിരിക്കാം. ഒന്നാമത് അതിന് മാനദണ്ഡമായി ഞാനും നിങ്ങളും മനസ്സിലാക്കുന്ന ഒന്നാമത്തത് സൗന്ദര്യമാണ്. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലേക്ക് നിറച്ചു പോകുന്ന ഒരു സൗന്ദര്യം. അതൊരു കുട്ടിയിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിൽ പോലും ഒരു വല്ലാത്ത ആകർഷിക്കപ്പെടുന്ന സൗന്ദര്യമുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലേക്ക് വല്ലാതെ പെട്ടെന്ന് ആ രൂപവും ആ ഭാവവും നിറഞ്ഞു പോവുകയാണ്. ഇത് ഒന്നാമതായി നാം കാണുന്ന ഒരു കാരണമാണ് ഒരു വ്യക്തിയെ നമ്മുടെ മനസ്സിലേക്ക് ഇറക്കി വെക്കാൻ. രണ്ടാമത് നമ്മൾ ആ വ്യക്തിയിൽ കാണുന്ന മറ്റൊന്ന്, ഒന്നെങ്കിൽ ഒരു ആത്മീയമായ പുരോഗതി. ഇന്ന് മനുഷ്യ ദൈവങ്ങളുടെ പിന്നാലെ മനുഷ്യർ പോകുന്നത് ആത്മീയമായ പുരോഗതിയും അറിവും അവന് കിട്ടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്, ആ ഒരു പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. അപ്പോ ഒരു ആത്മീയമായ പുരോഗതി മനുഷ്യന് ലഭിച്ചാൽ ആരാണോ അത് കൊടുക്കുന്നത് ആ മനുഷ്യനെ മനസ്സിലേക്ക് ഇറക്കി വെക്കുമെങ്കിൽ, മൂന്നാമത് എന്തെങ്കിലും നന്മകളും നേട്ടങ്ങളും ഭൗതികപരമായ മനുഷ്യന് ലഭിച്ചാൽ പൂർണ്ണമായും ആ വ്യക്തിയെ 101% ഇഷ്ടപ്പെടും. ഇങ്ങനെ നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി എന്തൊക്കെ നിബന്ധനകളാണ്, എന്തൊക്കെ കാരണങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എങ്കിലും ആ എല്ലാ കാരണങ്ങളും ഒത്തിണങ്ങിയിട്ട് കിടക്കുന്നുണ്ട് മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സൗന്ദര്യം നോക്കിയാൽ, സ്നേഹം നോക്കിയാൽ, ലാവണ്യം നോക്കിയാൽ, ലാളന നോക്കിയാൽ, സാഹോദര്യം നോക്കിയാൽ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അത് മുഴുവനും തരാൻ മദീനയുടെ രാജാവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തിരിക്കുകയാണ്. എന്ത് ചോദിച്ചാലും നമുക്ക് തരികയാണ്, എന്ത് ആവശ്യപ്പെട്ടാലും നമുക്ക് തരികയാണ്. ഒന്നിനും ഒരു കുറവ് ഇവിടെ അനുഭവപ്പെടുന്നില്ല. ലോകത്തിന്റെ മാണിക്യ മുത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ജീവനായി നിറച്ചു വെക്കുകയാണ്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, എവിടം വരെ നീ ഇഷ്ടപ്പെടുകയാണ് ഉമറേ? ഏതു ഭാഗം വരെ, ഏതറ്റം വരെ? അളവ് പറഞ്ഞാൽ എത്ര ദൂരം വരെ നീ എന്നെ ഇഷ്ടപ്പെടുകയാണെന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, എന്റെ ആത്മാവ് കഴിഞ്ഞാൽ എന്റെ മുഴുവനായും അതിനേക്കാളേറെ അല്ലാഹുവിന്റെ റസൂലെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ആത്മാവിനെ മാറ്റി നിർത്തി, എന്റെ റൂഹിനെ മാറ്റി നിർത്തിയിട്ട് അതിനേക്കാളേറെ അല്ലാഹുവിന്റെ ഹബീബെ അങ്ങയെ ഞാൻ ഇഷ്ടപ്പെടുകയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആശിഖുർ റസൂലാണ്, അന ഖാദിമു റസൂലുള്ളാഹ്, അന ഖാദിമു റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മദീനയുടെ മുറ്റത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ രീതിയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമറേ, സർവ്വതിനെക്കാളും, ലോകത്തുള്ള സർവ്വതിനെക്കാളും, നിന്റെ ആത്മാവിനെക്കാളും നീ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നീ ഒരു മുസ്ലിം അല്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. കണ്ണുനീരൊഴുക്കിയിട്ട് പ്രവാചക സമക്ഷം കടന്നു വന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും, എന്നെക്കാളും, എന്റെ ശരീരത്തെക്കാളും, എന്റെ ആത്മാവിനെക്കാളും ആകാശഭൂമിയിൽ അല്ലാഹു പടച്ച തമ്പുരാൻ പടച്ചിരിക്കുന്ന സർവ വസ്തുക്കളെക്കാളും നബിയേ,
അവിടുത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മനസ്സിന്റെ ഉള്ളറയിലേക്ക് കടന്നു പോയെങ്കിൽ ഹലുവ മടപ്പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്ന റബീഉൽ അവ്വൽ 1 മുതൽ സ്വലാത്ത് ചെല്ലുന്ന, ഘോഷയാത്ര നടത്തുന്ന, ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന, മൗലിദ് പാരായണങ്ങൾ നടത്തുന്ന, ബുർദ മജ്ലിസുകൾ നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരെക്കാലും എന്റെ മനസ്സിന്റെ കവാടത്തിന്റെ അകത്തേക്ക് ഞാൻ എന്റെ ഹബീബിനെ കൊണ്ടുപോകുമെന്ന് തീരുമാനിക്കാൻ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ രാത്രിയിൽ ആലുവ മണപ്പുറത്തിരുന്നു കൊണ്ട് പ്രതിജ്ഞയെടുക്കാൻ അല്ലാഹു പടച്ച തമ്പുരാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ.